Hi dear students, today we are going to start our new video. ഇന്ന് നമുക്ക് പേഴ്സണൽ പ്രൊനൗൺസ് എന്താണെന്ന് പഠിക്കാം. പേഴ്സണൽ പ്രൊനൗൺസ് അഥവാ സർവനാമങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പേഴ്സണൽ പ്രൊനൗൺസ് ആർ വേർഡ്സ് ദാറ്റ് റീപ്ലേസ് നൗൺസ്. നൗൺസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. പേഴ്സണൽ പ്രൊനൗൺസ്. Personal pronouns refers to the person speaking, the person spoken to, the person, place or thing spoken about. ഇപ്പോൾ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദ പേഴ്സൺ സ്പീക്കിംഗ്, ഏത് വ്യക്തിയാണോ സംസാരിക്കുന്നത് അയാളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്തരം വേർഡ്സിനെയാണ് പേഴ്സൺ സ്പീക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ദ പേഴ്സൺ സ്പോക്കൺ ടു, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തി, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ദ പേഴ്സൺ സ്പോക്കൺ ടു. തേർഡ് ദ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ് സ്പോക്കൺ എബൌട്ട്, ഒരു വ്യക്തി, ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു വസ്തു, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അത്തരം വേർഡ്സ് ആണ് തേർഡ്. ഓക്കെ, ഇപ്പോൾ പേഴ്സണൽ പ്രൊനൗൺസ് 3 എണ്ണമാണുള്ളത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്താണ്, സെക്കൻഡ് പേഴ്സൺ എന്താണ്, തേർഡ് പേഴ്സൺ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു തരാം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാനൊരു സ്റ്റോറി എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും കുറച്ച് അധികം ആൾക്കാരും ഇതിൽ കഥാപാത്രങ്ങളാണെന്ന് വിചാരിച്ചു. അപ്പം ഞാനാണ് സ്റ്റോറി എഴുതുന്നത്. അപ്പം ഞാൻ അതിനകത്ത് ഒരു കഥാപാത്രമായതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യണം. സോ ഫസ്റ്റ് പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് the narrator talks about themselves. That means ഏതൊക്കെ വേർഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക്? ഐ, മീ, മൈ, വി, അവർ, അസ്, മൈൻ തുടങ്ങിയ വേർഡ്സ് ഒക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? എന്നെ സംബന്ധിക്കുന്ന വേർഡ്സുകളാണ് അവ. അതാണ് ഫസ്റ്റ് പേഴ്സൺ. ഇനി എന്താണ് സെക്കൻഡ് പേഴ്സൺ? ദ നറേറ്റർ ടോക്സ് ടു ദ റീഡർ ഡയറക്ട്ലി. അതായത് നറേറ്ററായ ഞാൻ ഇതിലെ കഥാപാത്രമാണ്, നിങ്ങളും കഥാപാത്രമാണ്. അപ്പം നിങ്ങളെ സംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്? യു, യുവർ, യുവർ സെൽഫ് തുടങ്ങിയ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് സെക്കൻഡ് പേഴ്സൺ. ഇനി തേർഡ് പേഴ്സൺ, നമ്മളെ രണ്ട് കൂട്ടരെയും കൂടാതെ കുറച്ചധികം ആൾക്കാർ അവിടെ മാറി നിൽപ്പുണ്ട്. അത് ഹി ആകാം, ഷീ ആകാം, ഇറ്റ് ആകാം, ദേ ആകാം, ദേർ ആകാം. സോ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദ നറേറ്റർ ടോക്സ് അബൌട്ട് അതർ പീപ്പിൾ. ദാറ്റ് മീൻസ് ഹി, ഷീ, ഇറ്റ്, ദേ, there. ഓക്കെ, അപ്പം തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതാണ്. ഫസ്റ്റ് പേഴ്സൺ ഏതൊക്കെയാണ്? ഐ, മീ, മൈ, വി, അവർ, അസ്, മൈൻ. എൻ്റെ, എനിക്ക്, ഞാൻ, നമ്മുടെ, ഞങ്ങളുടെ, അങ്ങനെ ഉള്ള മീനിങ് വരുന്ന വേർഡ്സുകളാണ് ഇവ. ഇതാണ് ഫസ്റ്റ് പേഴ്സൺ. ഇനി സെക്കൻഡ് പേഴ്സണിൽ വരുന്ന വേർഡ്സ് എങ്ങനെയായിരിക്കും? യു, യുവർ, യുവർ സെൽഫ്. നീ, നിന്റെ, നിങ്ങളുടെ, താങ്കളുടെ, അതൊക്കെയാണ് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സണിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഹി, ഷീ, ഇറ്റ്, ദേ, ദെയർ, ദെയേഴ്സ്, അങ്ങനെയുള്ള വേർഡ്സ്. അതായത് അവൻ്റെ, അവളുടെ, അതിൻ്റെ, ഇതിൻ്റെ, അവരുടെ, അവയുടെ എന്നൊക്കെയുള്ള മീനിങ് ആണ് തേർഡ് പേഴ്സണിൽ വരുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പേഴ്സണൽ പ്രൊനൗൺസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണിൽ വരുന്ന വേർഡ്സ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഐ, മീ, മൈ, മൈൻ, വി, അസ്, അവർ, അവേഴ്സ്, ഇത്രയും വേർഡ്സ് ആണ് ഫസ്റ്റ് പേഴ്സണിൽ വരുന്നത്. ഇതിൽ തന്നെ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഉണ്ട്, പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കുന്ന വേർഡ്സ് ഉണ്ട്. സിംഗുലർ മീൻസ് ഏകവചനം. ഐ, മീ, മൈ, മൈൻ ഇതെല്ലാം സിംഗുലർ വേർഡ്സ് ആണ്. അതിൻ്റെ തന്നെ പ്ലൂറൽ ആകുമ്പോൾ എങ്ങനെയാവും? വി, അസ്, അവർ, അവേഴ്സ്. ഇത്രയുമാണ് ഫസ്റ്റ് പേഴ്സൺ. ഇനി സെക്കൻഡ് പേഴ്സണിലേക്ക് വരുവാണെങ്കിൽ സിംഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സും പ്ലൂറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സും സെയിം ആണ്. യു, യുവർ, യുവേഴ്സ്, ഈ വേർഡ്സ് തന്നെ സിംഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇനി തേർഡ് പേഴ്സണിൽ ഹി, ഷീ, ഇറ്റ്, ഹിം, ഹെർ, ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ് ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ദേ, ദം, ദെയർ, ദെയേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ നമ്മളെക്കുറിച്ചാണെങ്കിൽ, സെക്കൻഡ് പേഴ്സൺ
നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറിച്ചാണെന്ന് ഓർത്താൽ മതി. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ട് കൂട്ടരെയും കൂടാതെ പുതിയൊരു പ്ലേസിനെ കുറിച്ചോ പുതിയൊരു ആൾക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയൊരു തിങ്ങിനെ കുറിച്ചോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൗൺസിനെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.